വെരിക്കോസ് ഇതാണ് ആദ്യം. എന്നാൽ ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് ഈ വെരിക്കോസിനെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷേ പല ആളുകളും അട്ടയടക്കം കടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അനാവശ്യ പരിപാടിയാണ്. ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ വെരിക്കോസിന് 1 മണിക്കൂറിൽ തന്നെ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് വന്ന വണ്ടിയിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പരിചയപ്പെടാം. നമ്മുടെ കൂടെയുള്ളത് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് മന്ദീപ് സാഗറും അതോടൊപ്പം തന്നെ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് മിസ്റ്റർ ജാസർ അലിയും കൂടിയാണുള്ളത്. ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നിങ്ങൾ ചെയ്യുന്നുള്ളത്? വെരിക്കോസ് വെയിനിൽ മുമ്പ് ഇങ്ങനെ ഓപ്പൺ സർജറി പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ്. ഇപ്പോൾ ഒരു പുതിയത് ടെക്നോളജി ഉണ്ട്. 2 പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് പ്രൊസീജിയർ വിനസീൽ, അത് ഒരു അമേരിക്കൻ പ്രൊഡക്റ്റ് ആയിരുന്നു. വിനസീൽ ഒരു മെട്രോണിക് എന്ന ബ്രാൻഡ് ഉണ്ട്. അത് പ്രൊഡക്റ്റ് ജസ്റ്റ് ഒരു ചെറിയ സൂചിയാക്കിയിട്ട് കാലിൽ കംപ്ലീറ്റ് കാലിൻ്റെ വെരിക്കോസ് വെയിന് വിത്തിൻ 40 മിനിറ്റ്സ് 1 ഗಂಟೆ താഴെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് സെയിം ഡേ ഒരു 1 അവർ കഴിഞ്ഞിട്ട് വീട് പോവാം. 1 മണിക്കൂർ വീട് പോവാം. സോ ഇന്നൊരു പ്രൊസീജിയർ ഉണ്ട് വെരിക്കോസ് വെയിൻ്റെ ലേസർ. ആൾമോസ്റ്റ് സിമിലർ ബട്ട് ഒരു ഇന്നൊരു വേറെ ടെക്നോളജി. അത് സിമിലർലി ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്തിട്ട് വിത്തിൻ 1 അവർ നമുക്ക് കംപ്ലീറ്റ് ആവും പ്രൊസീജിയർ. 1 മണിക്കൂറിൽ മൊത്തം തീർന്നു. യെസ്. 10 വർഷം മുമ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ലാത്തൊരു സംഭവമായിരുന്നു ഇൻ്റർവെൻഷണൽ റേഡിയോളജി. അന്ന് എല്ലാ സൊല്യൂഷനും സർജറി മാത്രമായിരുന്നു സൊല്യൂഷൻ. ഇന്ന് സർജറി വേണ്ടാതെ ഒരു 50% പ്രൊസീജിയർ ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്ന അതിനൂതന സാങ്കേതിക വിദ്യയിൽ ചെയ്യാൻ പറ്റും. മെട്രോപൊളിറ്റൻ സിറ്റികളായ കൊച്ചി, ബാംഗ്ലൂർ മറ്റും ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ CM ആശുപത്രിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ പെട്ട ഒരു സംഭവമാണ് വാരിക്കോസ് വെയിനുള്ള ലേസർ ട്രീറ്റ്മെൻറ്റ്. വാരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ കഷ്ടപ്പെടുന്ന ഒരു സൊല്യൂഷനാണ്. നമ്മൾ ഈ OPയിൽ കാണുന്നതാണ്. ഒരുപാട് സ്ത്രീകൾ, പോലീസുകാർ, കണ്ടക്ടർമാർ, സെയിൽസ്മെൻ, കുറേ ആൾക്കാർ കഷ്ടപ്പെടുന്ന ഈ പ്രൊസീജിയറിന് വന്ന വണ്ടിയിൽ വന്ന് കാറിൽ വന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആശുപത്രിൻ്റെ ഉള്ളിൽ പോവുക. അനസ്തേഷ്യ കൊടുക്കേണ്ട ആവശ്യമില്ല. കേവലം തരിപ്പിച്ച് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. 2 പ്രൊസീജിയർ നോർമൽ ലേസർ പ്രൊസീജിയറും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അമേരിക്കൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള വിനാസിൽ പ്രൊസീജിയറും നമുക്കിവിടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും.